ഓ ഇത് അവരിപ്പോ തന്നെ എഡിറ്റ് ചെയ്തിട്ടോട്ടാ. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. പിന്നൊരു വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നാട്ടിൽ അനിയൻ്റെ മാരേജ് ആണ്, പോകാൻ പറ്റിയില്ല. പോയിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു, എല്ലാവരും കൂടി നല്ല രസമായേനെ. പിന്നെ അവിടെ പോയി വ്ളോഗൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ മിസ്സായി. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ മൂടിയായിട്ടിരിക്കേണ്ട, ടെമ്പിൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നാട്ടിൽ തലേദിവസമാണ്, കല്യാണ തലേന്നാണ്. അപ്പോൾ അവിടെ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചു തന്നു. നമുക്കിങ്ങനെ എപ്പോഴും വീഡിയോ കോള് ആകുമ്പോഴും കുറച്ച് വിഷമമാണ്, കാണുമ്പോൾ പിന്നെയും വിഷമം കൂടാണ് പോകാൻ പറ്റാത്തതിൻ്റെ. അപ്പോൾ എന്തായാലും ഇന്ന് മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബിസി ആയിട്ടിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചത്. എനിക്കിങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിന് കുറച്ച് സന്തോഷമാണ്. വെറുതെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴായാലും നമ്മൾ ഗ്ലൂമി ആയിട്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് ടെമ്പിൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി റെഡി ആവണം. അപ്പോൾ ഇന്ന് ടെമ്പിളിലെ വിശേഷങ്ങളും പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അവിടുത്തെ കല്യാണത്തിൻ്റെ ക്ലിപ്സും കൂടി ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടെ ന്യൂയോർക്കിലുള്ള ഗണപതി ടെമ്പിളിലാണ്. അപ്പോൾ അത് അത്യാവശ്യം ഇവിടുന്ന് ദൂരമുണ്ട്, ഒരു വലിയ ടെമ്പിളാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാം. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് കാറിൽ കയറി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ന്യൂയോർക്കാണ്. അപ്പോൾ കുറച്ച് ട്രാഫിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവാസിയാകുമ്പോൾ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ഇതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ മിസ്സാവും എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ സാഹചര്യം മൂലമായിരിക്കാം നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് മാത്രം പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. എന്തായാലും നമുക്ക് അവിടുത്തെ ചടങ്ങുകളൊക്കെ ഒന്ന് കാണാം. പിന്നെ കല്യാണ തലേന്ന് ദക്ഷിണ കൊടുക്കലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അതിരുന്ന് കണ്ടു. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്ത് തരാനൊന്നും ഞാൻ ആരുടെ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ, കാരണം ഇത് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ ഈ ഒരു തിരക്കിനിടയിൽ ഇതിന് വേണ്ടി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ വെഡ്ഡിങ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതും അതിൻ്റെ ഒരു പാർട്ടാണല്ലോ, അപ്പോൾ അതും കൂടി എനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ വെച്ചിട്ട് ആഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോഴും അമ്പലത്തിൽ എത്തിയിട്ടില്ല കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ന്യൂയോർക്കാണ്, അപ്പോൾ അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂയോർക്കിലെ ക്വീൻസിലെ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ടെമ്പിൾ വരുന്നത്. ഫ്ലഷിംഗ് ഗണപതി ടെമ്പിൾ എന്ന് ഈ ഒരു ടെമ്പിൾ പറയാറുണ്ട് കേട്ടോ. ശരിക്കും പേര് ശ്രീ മഹാവല്ലഭ ഗണപതി ടെമ്പിൾ എന്നാണ്. ഇതാ അവിടെ കാണുന്നതൊക്കെ ന്യൂയോർക്ക് സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 1-2 ബ്രിഡ്ജൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെമ്പിൾ പോകുന്നത്. ഞാൻ ഈ ഒരു ടെമ്പിളിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട് മുൻപ്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നാട്ടിലെ ബാക്കി വിശേഷങ്ങൾ കൂടി കാണാം. അവിടെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ പാട്ടൊക്കെ പാടാനായിട്ടൊരു മൈക്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പിന്നെ അവിടെ എല്ലാവരും അടിച്ചു വിളിക്കുകയായിരുന്നു. ഭരതനൊപ്പം ഒളിച്ചു ചാടിയ തക്കമേ ഭരതനൊപ്പം ഒളിച്ചു ചാടിയ തക്കമേ നിന്റെ പറക്കപ്പാശരി കൊടുക്കുന്നിട്ടൊടി തക്കമേ ആണിന്റെ മരം കാക്കണതാനടി തക്കമേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തക്കമോ ആണിന്റെ മരം കാക്കണതാനടി തക്കമേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാണടി തക്കമോ. അങ്ങനെ അടിച്ചുപൊളി നാടൻപാട്ടൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ടെമ്പിൾ എത്തിട്ടോ. ഇതാ ഈ കാണുന്നതാണ് ടെമ്പിൾ. ഇനി കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ.
ആ, നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് പുറത്തേക്ക് വന്നു. ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ പുറത്ത് വന്നിട്ടാണ് ബാക്കി നമ്മൾ എടുക്കുന്നത്. ആർക്കാ? ദേവനാ? അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പുറത്ത് ഇതുപോലൊരു സ്ഥലമുണ്ട്, ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ ഇതിനു മുന്നേ 2 തവണയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 2 തവണ വരുമ്പോഴും എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അമ്പലമാണ്. ഇവിടെ ഓരോ തൂണിലും ഓരോ ഗണപതിയുടെ രൂപങ്ങളാണ് കൊത്തി വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം അത് ഏതാണെന്ന് പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലേക്ക് വന്നു. താഴെയാണ് ക്യാൻറ്റീൻ. അപ്പോൾ ഈ ക്യാൻറ്റീൻ്റെ ഡോറ് പുറത്താണ്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട്. കാരണം ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അമ്പലത്തിൽ പോവാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ജിലേബി കിട്ടും കേട്ടോ. ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിവിടെ വന്ന് കഴിച്ചത്. ആ ഒരു സമയത്ത് എനിക്കൊരു ജിലേബി കഴിക്കണമെന്ന് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. ഇതിവിടെ കിട്ടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ ഒരു ടെമ്പിൾ വന്നപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ വന്നപ്പോൾ ഇതിരിക്കണ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ്, തൈര് സാദം. അപ്പോൾ അത് മോന് കൊടുക്കുകയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ പുളിയോദര മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ, എവിടെ പോയാലും മെയിനായിട്ട് ദോശ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ദോശ ഓർഡർ ചെയ്തു. ക്യാൻറ്റീൻ്റെ അടുത്ത് തന്നെ ടെമ്പിളിൻ്റെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാരിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ക്യാരം ബോർഡ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഈ പുരാണ ബുക്സ്, അതുപോലെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന പുരാണ സ്റ്റോറീസൊക്കെ ഉള്ള ബുക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ദൈവങ്ങളുടെ ഓരോ രൂപങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്ന് വീഡിയോ എടുത്തോളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ടെമ്പിളിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നടന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് ചെറിയൊരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. അപ്പോൾ അതാ നമ്മൾ കാറിൽ കയറി ഇനി അങ്ങനെ പോവാണ്. അപ്പോൾ അടുത്തൊരു പാർക്കിൽ പോവാം എന്നാണ് വിചാരിക്കണേ. കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒരു പാർക്കിൽ പോയിട്ട് കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ പോയി ദേവു, അവിടെ പോയി ദാ കുറച്ചധികം നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് ഒരു ചൈനീസ് മാർക്കറ്റൊക്കെ ഉണ്ട്. അവരുടെ ഒരു പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കടകളിലൊക്കെ അവരുടെ ലാംഗ്വേജിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. കടകളിൽ മാത്രമല്ല ബസ്സിലൊക്കെ അവരുടെ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നീട് ഒരിക്കൽ വരാമെന്ന് വിചാരിക്കണം. ഇപ്പം നമുക്ക് എന്തായാലും സമയമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ രാത്രി ആവാനുള്ളൊരു കാത്തിരിപ്പായിരുന്നു കല്യാണത്തിൻ്റെ ലൈവ് കാണാനായിട്ട്. ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു ഇവരുടെ താലികെട്ട്. അപ്പോൾ അവിടെ ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് കാരണം അവിടെ ലൈവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ കല്യാണം ആലോചിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയായിരുന്നു. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈവ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇതാ ലൈവ് തുടങ്ങി. അപ്പോൾ അവർ ഹാളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലൈവിൽ കാണിച്ചു തന്നു കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമ്മളും അവിടെ ഉള്ള പോലെ ഉണ്ട്. ലൈവായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ റിലേറ്റീവ്സ് എല്ലാവരും താഴെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പെണ്ണിൻ്റെ അമ്മ വിളക്ക് കൊളുത്തി, പിന്നെ പറ നിറച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ താലൊക്കെ എടുത്തിട്ട് ഇവരെ കൊണ്ടുവരാൻ പോകണം. ഇവർ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ രാത്രി 1:30 ആയിട്ടോ ടൈം. അതായ ക്ലോക്കിൽ കാണുന്നില്ലേ. അപ്പോൾ നമുക്കിവിടെ നൈറ്റാണല്ലോ ടൈം. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിരുന്ന് കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടി താലൊക്കെ എടുത്തിട്ട് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു കേട്ടോ.
അപ്പോൾ ചെക്കനും പെണ്ണും സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ സദസ്സിലുള്ള എല്ലാവരെയും വണങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെതായ ബാക്കി ചടങ്ങുകൾ ചെയ്യായിരുന്നു. മാല മാറി പിന്നെ പുടവ കൊടുക്കൽ. അപ്പോൾ പുടവ കൊടുക്കലൊക്കെ ഇവിടെ വന്നിട്ടാണ് സ്റ്റേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കന്യാദാനം ചെയ്യുമല്ലോ അച്ഛൻ, അതൊക്കെ ചെയ്തു. അതൊക്കെ ഓൾറെഡി അമ്പലത്തിലും ചെയ്തതാണ്, പക്ഷേ സ്റ്റേജിൽ വന്നിട്ട് ഒരു വട്ടം കൂടി ചെയ്തു. പിന്നെ പാലും പഴം കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് പ്രധാനമായിട്ടുള്ളതാണല്ലോ, ചെക്കനും പെണ്ണിനും പാലും പഴവും കൂടി കൊടുക്കുമല്ലോ, പഞ്ചസാരയും കൂടിയുള്ളത്. അപ്പോൾ അത് കുറേ നേരം ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, അത് എപ്പോഴും നമുക്ക് കുറേ പേരുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അതൊരു രസകരമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഞങ്ങൾ അവരുടെ എക്സ്പ്രഷനൊക്കെ കണ്ട് ചുമ്മാ അവിടെ കമൻറ്റൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ അവർക്ക് കഴിച്ച് മതിയായി കാണും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കളൊക്കെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കണ്ടു തുടങ്ങുമ്പോൾ കുറച്ച് നേരം കണ്ടിട്ട് ബാക്കി അടുത്ത ദിവസം കാണാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ ഫുള്ള് ഇരുന്ന് കണ്ടു. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിങ്ങനെ ലൈവ് ഇരുന്ന് കാണുമ്പോൾ ഞങ്ങളും അവിടെ ഉള്ള പോലെ ഒരു ഫീലായിരുന്നു. എന്നുവെച്ചാൽ നമുക്കെല്ലാം കാണാമല്ലോ. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഉള്ള പോലെയാണ്. അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റണ കാരണം അങ്ങനെ ഒരു ഫീലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഇരുന്ന് കണ്ടു. അപ്പോൾ അവിടെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു, ഫാമിലി ഫോട്ടോസും. അപ്പോൾ അതൊക്കെ ഞങ്ങളിരുന്ന് കണ്ടു. അങ്ങനെ ലൈവ് കഴിയുമ്പോൾ ഒരു 3:30-3:45 ആയി. അപ്പോൾ അവസാനം അവർ ഞങ്ങളുടെ അടുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ലൈവ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അമേരിക്കയിൽ ഇരുന്ന് കല്യാണം കൂടിയ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുവരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.